നമസ്കാരം. ടാൻഡം PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വരാൻ പോകുന്ന ജൂൺ 21-ാം തീയതി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാം നടക്കുകയാണ് അല്ലേ. അപ്പോൾ ആ എക്സാമിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം? ഇനി വെറും 25 ദിവസം അല്ലെങ്കിൽ 24 ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ അല്ലേ. ആ 24 ദിവസം കൊണ്ട് എങ്ങനെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്, ആ ഒരു കട്ട് ഓഫ് എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടൈം ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കൃത്യമായിട്ട് ആദ്യം തന്നെ ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ ഈ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ദിവസം മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും, 4 മണിക്കൂറല്ല 5 മണിക്കൂറിനനുസരിച്ചാണ് ഞാൻ ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചുരുങ്ങിയതൊരു ദിവസം, ഇനി ഒരു 25 ദിവസം ഒന്ന് കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ചുരുങ്ങിയതൊരു 4 മണിക്കൂർ, ഞാൻ 4 മണിക്കൂറല്ല പറയുന്നത്, ഒരു 6-7 മണിക്കൂറൊക്കെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ തയ്യാറാവണം. ഇൻ കേസ് എന്തെങ്കിലും തിരക്കുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ചുരുങ്ങിയതൊരു 4 to 5 മണിക്കൂറെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. അതിനനുസരിച്ചുള്ള ഒരു ഷെഡ്യൂളാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, വളരെ എളുപ്പം നേടിയെടുക്കാൻ പറ്റുന്ന ജില്ലാതലത്തിലുള്ള ഒരു ലിസ്റ്റാണ് ഈ ലാബ് അസിസ്റ്റൻറ്റിന് വരിക അല്ലേ. അപ്പോൾ നിലവിൽ അതിൽ ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് കുറവാണ്. പക്ഷേ കഴിഞ്ഞ തവണ വിളിച്ച സമയത്ത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച സമയത്തും 6 ഒഴിവ് 8 ഒഴിവൊക്കെ ആയിരുന്നു ഓരോ ജില്ലയിലും കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിയമനം നടന്ന സമയത്ത് 80-70 ഒക്കെ അഡ്വൈസ് എല്ലാ ജില്ലയിലും പോയിട്ടുണ്ട്. ഈ അഡ്വൈസ് പോയതിൽ തന്നെ 80 അഡ്വൈസ് പോയിടത്ത് OC കാറ്റഗറിയിൽ നിന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് 130 വരെയൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് അത്രയും മുകളിൽ നിന്ന് ആളുകൾ NJD കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധയോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും പ്രിലിംസ് പാസ്സായിട്ടുള്ള ആളുകളാണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പഠിച്ച് ഒരു അത്യാവശ്യം ഒരു നിലയിൽ എത്തിയിട്ടുള്ള ആളുകളായിരിക്കും. അതിൻ്റെ ബാക്കിയെ ഇനി റിവൈസ് ചെയ്യാനേ ഉണ്ടാകുള്ളൂ. ആ രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ നമ്മുടെ പഠനം ക്രമീകരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 24 ദിവസം 5 മണിക്കൂർ വെച്ചിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് കാണാം. അതിൽ ഒരു ദിവസത്തെ 2 മണിക്കൂർ നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, റിവിഷന്, പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ആ ഒരു വിഷയങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം എല്ലാ ദിവസവും 2 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കുകയാണ്. മലയാളത്തിന് എല്ലാ ദിവസവും 20 മിനിറ്റ്, ഇംഗ്ലീഷിന് 20 മിനിറ്റ്, കറണ്ട് അഫയേഴ്സിന് 20 മിനിറ്റ്, റിവിഷൻ സീരീസിന് എല്ലാ ദിവസവും 30 മിനിറ്റ്, പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് 30 മിനിറ്റ്. അങ്ങനെ മൊത്തം 2 മണിക്കൂർ ഈ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് മാറ്റി വെക്കണം. അതായത് മലയാളം എല്ലാ ദിവസവും 20 മിനിറ്റ് വെച്ചിട്ട് മലയാളം വെക്കാബുലറി ഒരു 10 മിനിറ്റ് ഗ്രാമർ പാർട്ടും പഠിച്ചിട്ട് ഒരു 20 മിനിറ്റ് എല്ലാ ദിവസവും മലയാളം പഠിക്കുക. അതേപോലെ ഇംഗ്ലീഷ് പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ 20 മാർക്കിന് എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. പിന്നെ ഒരു 30 മിനിറ്റ് എന്ത് ചെയ്യുക, എല്ലാ ദിവസവും മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ LD ക്ലർക്കിൻ്റെ, പിന്നെ നമുക്കറിയാം പിന്നെ എല്ലാ ജില്ലകളിലെയും LD ക്ലർക്ക് എക്സാം കഴിഞ്ഞു. അതേപോലെ 10th പിന്നെ സെക്രട്ടേറിയറ്റ് OA മെയിൻസ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 10th ലെവൽ എക്സാമുകളുടെയൊക്കെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാത്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ 24 ദിവസവും അരമണിക്കൂർ അതിന് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ എല്ലാ ദിവസവും ആദ്യത്തെ ഒരു അരമണിക്കൂർ തലേ ദിവസവും അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസവും 2 ദിവസമൊക്കെ പഠിച്ചത് റിവൈസ് ചെയ്യാൻ വേണ്ടിയും അരമണിക്കൂർ മാറ്റി വെക്കുക. ആ രീതിയിൽ 2 മണിക്കൂർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ 5 മണിക്കൂറിൽ 3 മണിക്കൂർ കൂടി ബാക്കിയുണ്ട് അല്ലേ. ഈ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 24 ദിവസത്തെ 3 മണിക്കൂർ കൂട്ടുമ്പോൾ നമുക്കുള്ളത് 72 മണിക്കൂറാണ്. ഈ 72 മണിക്കൂറിനെ ഇനി എങ്ങനെ നമ്മൾ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ മൊത്തം 72 മണിക്കൂറാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. ആ 72 മണിക്കൂറിനെ ഇനി ഓരോ സബ്ജക്റ്റിനും എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റാണ് സുപ്രധാന നിയമങ്ങളുണ്ട്, കേരള ഭരണ സംവിധാനമുണ്ട്, ഭരണഘടനയുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സയൻസ് വിഷയങ്ങളുണ്ട്, IT ഉണ്ട്. അതിൽ സുപ്രധാന നിയമങ്ങൾക്ക് നമ്മളൊരു 10 മണിക്കൂർ മാറ്റി വെക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്. ഒരു 10 മണിക്കൂർ സുപ്രധാന നിയമങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാം. പിന്നെ കേരള ഭരണ സംവിധാനം എന്നുള്ള ഭാഗത്തിന് ഒരു 5 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം.
പിന്നെ ഭരണഘടന എന്നുള്ള ഭാഗത്തിന് 10 മണിക്കൂർ മാറ്റി വെക്കാം. ഹിസ്റ്ററിക്ക് 12 മണിക്കൂർ, ജോഗ്രഫിക്ക് 12 മണിക്കൂർ, എക്കണോമിക്സിന് 7 മണിക്കൂർ, സയൻസിന് 10 മണിക്കൂർ, IT 6 മണിക്കൂർ. ഈ 10 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുപ്രധാന നിയമങ്ങൾക്ക് 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ അരമണിക്കൂർ വെച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് 20 ദിവസം ഈ സുപ്രധാന നിയമം പഠിക്കാം. ആ രീതിയിൽ ഭരണഘടനയും ഹിസ്റ്ററി, ജോഗ്രഫിയും ഒക്കെ ഒരു ദിവസം അരമണിക്കൂർ വെച്ച് പഠിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റതൊക്കെ എക്കണോമിക്സ് ഒക്കെ നമുക്ക് 2 ദിവസം കൂടുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ പഠിക്കാൻ കിട്ടുള്ളൂ. ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കറിയാം ഈ ടോപ്പിക്ക് മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന്, നിങ്ങൾ ഹോട്ട് ടോപ്പിക്ക് വെച്ചുകൊണ്ട് പഠിച്ചു പോകണം. അതേപോലെ PYQ റിവിഷനൊക്കെ, PYQ ഡിസ്കഷനും റിവിഷനും ഒക്കെ ആയിട്ട് ഏത് ഭാഗമാണോ PYQ എടുക്കുമ്പോൾ ഏത് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത് ആ ഭാഗം മാത്രം പഠിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നല്ലത്. ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ടാൻഡം PSC ഒരു ക്രാഷ് കോഴ്സ് അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. വെറും 399 രൂപ മാത്രം ഫീസ് ഈടാക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉള്ള ഒരു ക്രാഷ് കോഴ്സാണ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ പരീക്ഷകളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്സ്, അതോടൊപ്പം മൊത്തം എല്ലാ ഭാഗത്തെയും തൊടുന്ന രീതിയിലുള്ള റിവിഷൻ സീരീസ്. അപ്പോൾ ഈ റിവിഷൻ സീരീസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ആ ഭാഗം പഠിക്കണം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം പഠിക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ക്ലാസ് ഒക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾ പഠിക്കാത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9544166690, 7034327690. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. നിങ്ങൾ കോഴ്സിൽ ചേരണമെന്നൊന്നും നിർബന്ധം പറയുന്നില്ല. ഏതായിരുന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠനം ക്രമീകരിക്കണം. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലാബ് അസിസ്റ്റന്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് എക്സാമും സെക്കൻഡ് സ്റ്റേജിൽ തയ്യാറെടുക്കുന്ന ആളുകൾ കൂടിയാണെങ്കിൽ നിങ്ങൾ അതിനുകൂടി ഈ ഒരു പഠനം ഉപകരിക്കും. കാരണം ഏറെക്കുറെ ഈ ഒരു ടോപ്പിക്ക് തന്നെയാണ് അതിനും അതിൻ്റെ സിലബസിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതോടൊപ്പം തന്നെ ഡിഗ്രി പ്രിലിംസും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിജയം ആശംസിക്കുന്നു. Goodbye.